ഇന്ന് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. നമുക്കറിയാം, നമ്മുടെ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ കുറച്ചുകൂടെ നമ്മുടെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് മൂവിങ് ഫ്രം സർവൈവിങ് ടു ത്രൈവ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ നമ്മൾ എങ്ങനെ അവരെ ഓട്ടിസം അതിജീവിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയായിരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കൂടുതലും അവരെ കൂടുതലും എംപവർ ചെയ്യുക, അവർക്കൊരു ഫുൾ ലൈഫ് അച്ചീവ്മെന്റ് നേടിക്കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പടികളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ നമ്മൾ എവിടെ നിന്നാണ്, നമ്മൾ അവൻ്റെ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ നിന്നൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ ഒരു ഇതിൽ തന്നെ നമുക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ സെപ്പറേറ്റ് മാറ്റിയിരുത്തി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. അതായത് അവരുടെ പിയർ ഗ്രൂപ്പിനൊപ്പം തന്നെ ഇരുന്ന് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലും എല്ലാ കുട്ടികൾക്കും പറ്റുമോ അല്ലയോ, അവർക്ക് ഇന്റലിജൻസ് ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെയും ഇന്റലിജൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിലൊരു 40% കുട്ടികൾക്ക് അവരുടെ ഇന്റലിജൻസും അഫക്റ്റഡ് ആണെന്ന് പറയാം. പക്ഷെ ബാക്കിയുള്ള കുട്ടികളുടെ ഇന്റലിജൻസ് മേ ബി അഫക്റ്റഡ് ആയിരിക്കില്ല, അവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഏരിയാസ് ഒക്കെ ആയിരിക്കും അഫക്റ്റഡ്. അപ്പോൾ ഇങ്ങനെ ഇന്റലിജൻസ് അഫക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികളെ കൂടുതലും നമ്മുടെ ഈ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ജനറൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ തന്നെ അവരെ ഇരുത്തി പഠിപ്പിക്കാനും എല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനും ഹെൽപ്ഫുൾ ആയ രീതിയിൽ എങ്ങനെ നമ്മുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ ഒരു ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ മറ്റു കുട്ടികളുടെ കൂടെ, അതായത് ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ആ ഒരു ക്ലാസ് റൂം സിറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യണം, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ സീറ്റിംഗ് ആണ്. അതായത് അവർക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയുവാണെങ്കിൽ നമുക്ക് ബീൻ ബാഗ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെയറിൽ ക്യുഷീൻസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വോബിൾ ചെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് സെൻസറി സ്റ്റിമുലേഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ചെയേഴ്സ്, ക്യുഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഓരോ കുട്ടികളുടെയും സെൻസറി സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഇരുന്ന് അവരുടെ ഒരു കംഫോർട്ടബിളിന് അനുസരിച്ച് ഇരുന്ന് അവർക്ക് ലേൺ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു ഫ്ലെക്സിബിൾ സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിംഗ് ആണ്. അതായത് അവരുടെ നമ്മളൊരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആണെങ്കിൽ ആ ക്ലാസ് റൂമിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. കൂടുതലും സോഫ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കൂടുതലും ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ലൈറ്റിനെ ഡിം ചെയ്യാവുന്ന, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ചസ് ഉണ്ടെങ്കിൽ അത് ഘടിപ്പിക്കുക എന്നുള്ളതെല്ലാം ഈ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തതെന്ന് പറയുന്നത് നോയിസ് മാനേജ്മെൻ്റ് ആണ്. അതായത് നമുക്കറിയാം, ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള പല സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കൂടുതലും അൺനെസസറി ആയിട്ടുള്ള സൗണ്ടിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് റൂംസ് കൂടുതൽ എക്കോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റക്സ് വേണമെങ്കിൽ ഇടാം, മാറ്റേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള പാഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളത് വെച്ച് മാക്സിമം ഔട്ട്സൈഡിൽ നിന്നും വരുന്ന അൺനെസസറി ആയിട്ടുള്ള സൗണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതാണ് നോയിസ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോയിസ് മാനേജ്മെൻറ്റിൽ കൂടുതലും കുട്ടികൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഓവറായിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഓഡിറ്ററി സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഹെഡ്ഫോൺസോ ഇയർപോഡുകളോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാം, നോയിസിനെ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ളത്. അപ്പോൾ അവർക്ക് കൂടുതലും അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ഇരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ യൂസ് ചെയ്യുന്ന ആ മൈക്കിൽ നിന്നും വരുന്ന ഒരു ഇയർപോഡ് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുവാണെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒന്നും ഇല്ലാതെ കുട്ടികൾക്കത് ക്ലിയർ ആയിട്ട് ടീച്ചറിൻ്റെ വോയിസ് മാത്രം കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ക്വയറ്റ് ടൈം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അവർക്ക് ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും സെൽഫ് റെഗുലേഷനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറ്റു കുട്ടികളും ഇരുത്തി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിന് മൊത്തത്തിലായിട്ട് ഇപ്പോൾ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ കളറിങ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുട്ടികൾക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് അവർക്ക് അലോട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു പെർ ഡേയിൽ ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു
കാമിങ് ആയിട്ടുള്ള ഒരു ക്വയറ്റ് ടൈം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇങ്ങനെ ഓഡിറ്ററി സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികൾക്കെല്ലാം നല്ലതായിരിക്കും. ഇനി ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അവർക്ക് വിഷ്വൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. വിഷ്വൽ സപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ വിഷ്വൽ സ്കെഡ്യൂൾസ് കൊടുക്കുക. അതായത് ഓരോ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്, സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്, തേർഡ് ആക്ടിവിറ്റി എന്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലി നമ്മൾ ഒരു ടൈം ടേബിൾ പോലെ വിഷ്വൽ സ്കെഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇനി എന്താണ് ഈ ആക്ടിവിറ്റിക്ക് ശേഷം എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അവരത് കൂടുതൽ സഹായിക്കും. അപ്പം കൂടുതലും ഇപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വേറൊരു ടീച്ചർ വരുന്നു, അപ്പോൾ അതൊക്കെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആക്ടിവിറ്റി ട്രാൻസിഷൻ ആണെങ്കിലും ഈ ഓരോ സബ്ജക്റ്റിൻ്റെ ട്രാൻസിഷൻ ആണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ കുട്ടികളെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്യുമ്പോൾ കൂടുതലും സ്ട്രക്ചേർഡ് ആൻഡ് പ്രിഡിക്റ്റബിൾ രീതിയിൽ വേണം ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ആക്ടിവിറ്റിക്കും പർട്ടിക്കുലർ ഫിക്സ്ഡ് ഏരിയാസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റു കുട്ടികളെ പോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു വിഷ്വൽ സ്കെഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്തേക്കണം. അപ്പോൾ വിഷ്വൽ സ്കെഡ്യൂൾസിൽ നമ്മൾ ആ ക്ലാസ് റൂമിൽ അന്ന് ചെയ്യിപ്പിക്കാൻ പോകുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് അവർക്ക് വിഷ്വൽ സ്കെഡ്യൂളിൽ നോക്കിയാൽ കാണാനും പറ്റും. ആ ആക്ടിവിറ്റി ചെയ്യേണ്ട ഏരിയ എവിടെയാണ് എന്നുള്ളത് ഓൾറെഡി അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കൂടുതലും നമുക്കറിയാം ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾ ഒരു സ്ട്രക്ചറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇതിനൊരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു മെത്തേഡിൽ കുട്ടികളെ ഈ ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വിഷ്വൽ ടൈമേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലോക്കിൻ്റെ പിക്ചർ പോലെ ഒരു 11 o'clock കൊടുത്തേക്കാണ്. അപ്പോൾ 11 o'clock അവർക്ക് സ്നാക്ക് ടൈമാണ് ആൻഡ് 11:15 ആകുമ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ആണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് റൂമിലാണെങ്കിലും നമ്മളൊരു വിഷ്വൽ ടൈം ടേബിൾ പോലെ പെർ ഡേയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടുതലും കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ക്ലാസ് റൂംസിൽ ജനറൽ എഡ്യൂക്കേഷൻ സ്കൂളിലാണെങ്കിലും ഫോളോ ചെയ്തു പോരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൻസറി ബ്രേക്സ്. നമുക്കറിയാലോ ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സെൻസറി ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള സെൻസറി ബ്രേക്സ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് കാമിങ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ കാമിങ് എന്ന് പറയുന്നത് അതിനുശേഷം അവർക്ക് നല്ല ഫോക്കസോട് കൂടി തന്നെ ഈ ലേണിങ്ങിലെല്ലാം ശ്രദ്ധിക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് നമ്മളൊരു സെൻസറി ബ്രേക്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ സ്കൂൾസിലാണെങ്കിലും നമുക്ക് സെൻസറി ഗാർഡൻസ് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സെൻസറി റൂം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഈ ഒരു കാമിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ബ്രേക്കിന് അവരെ അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് സെൽഫ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ല രീതിയിൽ കുട്ടികൾക്ക് പിന്നീട് നെക്സ്റ്റ് അവറിലാണെങ്കിലും ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ നല്ലോണം ഫോക്കസ് ചെയ്ത് ഇരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ഇവർക്ക് നമുക്ക് സെൻസറി ടൂൾസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫിഡ്ജറ്റ് ടോയ്സ്, സെൻസറി മറ്റ് സ്ട്രെസ് ബോൾസ്, അല്ലെങ്കിൽ സെൻസറി ബിൻസ്, ബോൾ പിറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാമിങ് ആവാനും സെൽഫ് റെഗുലേറ്റ് ചെയ്യാനും എല്ലാം അത് സഹായിക്കും. നെക്സ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂളിൽ ഒരു കാമിങ് സ്പേസ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതായത് കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്കൂളിൽ ഒരു കാമിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി ഇരുത്താം. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ സെൽഫ് റെഗുലേറ്റ് ആവാനൊക്കെ അത് സഹായിക്കും. ഇപ്പോൾ കാമിങ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം പറഞ്ഞത്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ക്ലാസ് റൂം അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പറഞ്ഞല്ലോ, ലൈറ്റ്, സൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ. നല്ല ചൂടുള്ള ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എയർ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോൾ നമുക്ക് ഈ ഒരു കാമിങ് സ്പേസ് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർക്ക് അറിയാം ആ കാമിങ് സ്പേസിൽ പോയാൽ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീൽ വരുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അത് ഇൻഡിപെൻഡൻ്റ് ആവും. അവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന എപ്പോഴാണോ അപ്പോൾ അവർക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൂടുതലും കുട്ടികളെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാനും എല്ലാം നല്ല രീതിയിൽ സഹായിക്കും. അതായത് നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യങ്ങൾ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കുക, ലൈറ്റിംഗ് ശ്രദ്ധിക്കുക, നോയ്സ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിരിക്കണം, അവർക്ക് നമ്മൾ വിഷ്വൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യണം,
ആൻഡ് സെൻസറി ബ്രേക്സ് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലൊരു കാമിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ കൂടി ഈ ഒരു സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നമ്മൾ എത്തിക്കണം. അവരെ സർവൈവ് ചെയ്യാൻ മാത്രമല്ല, അവരെ കൂടുതലും അവരുടെ ഒരു ലൈഫിൻ്റെ ഫുൾഫില്ലിങ്ങിലേക്ക് അവരെ എംപവർ ചെയ്യാനും നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.